ഇന്നത്തെ രാത്രിയിലെ ദൈവവചനധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? And why call you me Lord, Lord, and do not the things which I say? പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിൽ അടിയങ്ങളെ വീണ്ടും അങ്ങ് കൂട്ടി വരുത്തിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വന്നതല്ല കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂട്ടി വരുത്തിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ അങ്ങയെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ പാദപീഠത്തിൽ കൂട്ടായ്മ ആചരിപ്പാനും തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഈ പരിശുദ്ധ വചനത്തിലൂടെ ഇന്നത്തെ രാത്രി അടിയങ്ങൾ ഓരോരുത്തോടും സംസാരിക്കുവാനുള്ള ദൂത് അവിടുന്ന് ഞങ്ങളെ അറിയിക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങയുടെ ആലോചന സ്വീകരിച്ച് തിരുഹിതത്തിന് പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിതം മുന്നോട്ട് നയിപ്പാൻ അടിയനെയും അടിയൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും തന്നോട് ചേർന്നിരിക്കുന്ന ജനത്തോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ശാന്തമായി ഈ ചോദ്യത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു ജനത്തോട് കർത്താവ് ചോദിച്ച ചോദ്യമാണ്. കാരണം നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത്, എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ അധരം കൊണ്ട് മാത്രമാണ്. ബട്ട് ഐ ഡോണ്ട് സീ എനിത്തിങ് ഇൻ യുവർ ആക്ഷൻസ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തികളിൽ ഞാനത് കാണുന്നില്ല. കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉടയവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ മാസ്റ്റർ അല്ലെങ്കിൽ മൈ ലോർഡ്, എന്നിൽ കർത്തൃത്വം നടത്തുന്നവൻ, അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ യജമാനൻ, അല്ലെങ്കിൽ എന്നെ വിലയ്ക്ക് വാങ്ങിയവൻ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നാഥൻ. ഒത്തിരി മീനിങ്ങുകൾ അതിനുണ്ട്. ലോഡ് എല്ലാവർക്കും അറിയാം കർത്താവേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നോക്കിക്കേ, ഒരു കൂട്ടം ജനം കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുക, അവിടുന്ന് ഞങ്ങളുടെ നാഥനാണ്, അവിടുന്ന് ഞങ്ങളുടെ കർത്താവാണ്, അവിടുന്ന് ഞങ്ങളുടെ ഉടയവനാണ്, അവിടുന്ന് ഞങ്ങളുടെ യജമാനനാണെന്ന്, ഞങ്ങളെല്ലാം അവിടുത്തെ ദാസരാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ഈ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നില്ല. അല്ലേ? അതൊരു വിരോധാഭാസമല്ലേ? ഇറ്റ്സ് വെരി മച്ച്, ഇറ്റ്സ് ഐറോണിക്കൽ, സീ അല്ലേ? നമ്മൾ പറയുന്നു എൻ്റെ യജമാനനാണെന്ന് പറയുന്നു, പക്ഷെ യജമാനൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യം എത്ര വലിയൊരു സെർച്ചിങ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാമോ? ഇന്ന് രാത്രികാലം ഈ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ സഹോദരന്മാരെ, we must be afraid to listen to this word. The Lord is asking to each and everyone, including me when I am standing here. The Lord is asking you, you call me God, God and Lord. And why are you not doing the things which I am asking you to do, or which I am commanding you to do? നീ ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നീ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യാതെ എപ്പോഴും എപ്പോഴും എന്നെ കർത്താവേ കർത്താവേ എന്ന് നീ വിളിക്കുന്നത് എന്ത്? Is it not a serious thing? Is it not a serious matter, my brothers, my sisters? സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു കൂട്ടം ജനത്തോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ ചോദിക്കുന്നത്? ചോദിക്കുകയല്ല, ഇൻഫാക്ട് ഹി ഈസ് സേയിങ്, അവൻ പറയുകയാണ്. എന്താണെന്നറിയാമോ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഈ ലോകം മുഴുവനും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ, യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്ന എത്ര കോടി മനുഷ്യരുണ്ട്, എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കണമേ. വിളിക്കുകയല്ല, പിന്നെയോ ചെയ്യുകയാണ്. അവിടെ പറയുന്നതാ, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല.
സെർമൺ ഓൺ ദ മൗണ്ട് പർവ്വത പ്രസംഗത്തിൽ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരേവരുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കേൾക്കണമേ, പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് യേശുവിൻ്റെ ഇഷ്ടമാണ്, ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ്. ഇവിടെ ഹല്ലേലൂയ സഹോദരങ്ങളെ, ശാന്തമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഹല്ലേലൂയ, വളരെ ഭയാനകമായ ഒരു മുന്നറിയിപ്പാണ് ഇത്. നമ്മളീ പാടുന്നത്, നമ്മളീ പ്രാർത്ഥിക്കുന്നത്, നമ്മളീ ദൈവവചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എന്തെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ അതിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ, അത് നാം പറയുന്നത്, നാം പാടുന്നത്, നാം നാം സംസാരിക്കുന്നത്, നാം ഷെയർ ചെയ്യുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയിലാകുന്നില്ല എങ്കിൽ, I tell you my brother, my sister, tonight this question is applicable to us. ഈ ചോദ്യം നമുക്കും ബാധകമാണ്. വളരെ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. അനുസരിക്കുക എന്ന് പറയുന്നത് പുട്ടിങ് സംതിങ് ഇൻ ടു ആക്ഷൻ. ഹല്ലേലൂയ. ഒരുവൻ എന്നോട് കൽപ്പിക്കുന്നത് ഞാൻ അനുസരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അത് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. I tell you one thing, my brother, my sister, knowledge without obedience is spiritual death. എനിക്ക് അറിവുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിവുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, അത് ഞാൻ പാടുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ദൈവവചനം കോട്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് സ്പിരിച്വൽ ഡെത്ത്. I am acting as a Christian, I am acting as a believer. ഞാനൊരു വിശ്വാസിയായി അഭിനയിക്കുകയാണ്, എന്നാൽ എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയല്ല. കർത്താവ് ആ കപട മുഖമാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒന്നും തന്നെ നീ അനുസരിക്കുന്നില്ലല്ലോ. സഹോദര സഹോദരി, ശാന്തമായ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. I tell you one thing, my brothers, my sisters, when we were born, we had no desire to obey anything. നമ്മൾ ജനിച്ചപ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയാമോ? ആരെയും അനുസരിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവം. അനുസരിക്കുക എന്നുള്ള ആഗ്രഹം നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ കുഞ്ഞ് ചെയ്യുവാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയും നോ, പറയത്തില്ലേ? കുഞ്ഞിനോട് നോ എന്ന് പറയുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് കൈയെടുത്തിട്ട് നമ്മളെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കും. അപ്പോൾ നമ്മളൊന്ന് ചിരിച്ച് കാണിക്കും. പിന്നെയും കുഞ്ഞതെ തൊടാൻ പോകും, നമ്മൾ പറയും നോ, പിന്നെയും കുഞ്ഞ് കൈയെടുക്കും. ചിലർ കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും, ചിലർ വടിയെടുത്ത് കാണിക്കും. കുഞ്ഞ് ആ ഉദ്യമം ഉപേക്ഷിച്ചിട്ട് ഹി ഓർ ഷീ ടേൺസ് ഔട്ട്. പക്ഷേ ഒരു കാലക്രമത്തിൽ ഒരു 1.5-2 വയസ്സാകുമ്പോൾ നമ്മൾ നോ പറഞ്ഞാലും ശരിയാ കുഞ്ഞത് ചെയ്യും. കാരണം എന്നാണെന്നറിയാമോ? ഈ നോയ്ക്കകത്ത് അർത്ഥമില്ലെന്ന് കുഞ്ഞ് പഠിച്ചു തുടങ്ങി. മനസ്സിലാക്കണമേ. Deep inside the child's heart, she or he knows that even if my dad says no, it is not a big deal. I can violate it easily. Even if I violate it, it doesn't bring much consequences to my life. എൻ്റെ ജീവിതത്തിൽ വലിയ ഭയാനകമായ തിക്താനുഭവങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. Still my dad loves me. Still my mom loves me. അതുകൊണ്ട് ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ ഈ നോ പറയുന്നിടത്തൊക്കെയും ആ നോയെ മാറ്റി കുഞ്ഞ് എഴുതും യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. ചെയ്യരുത് എന്ന് പറഞ്ഞിടത്തൊക്കെയും അതിനെ ഇറേസ് ചെയ്തിട്ട് അവിടെ ചെയ്യാം എന്ന് കുഞ്ഞ് എഴുതാൻ തുടങ്ങി. വളർന്നു വരും തോറും ആ ആറ്റമിക് നേച്ചർ വളർന്നുകൊണ്ടേയിരുന്നു. പിന്നെ എവിടെയാണെന്നറിയാമോ? നോ എന്ന് എഴുതുന്നിടത്ത് നോ തന്നെ എഴുതുന്നത് കർത്താവ് സംസാരിക്കുമ്പോഴാണ്, കർത്താവ് ഹൃദയത്തെ തുറക്കുമ്പോഴാണ്. ഇത് ഹ്യൂമൻ നേച്ചറാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഈ വിഷയം. ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗിഫ്റ്റ്. ഒബീഡിയൻസ് ഈസ് നോട്ട് എ ഗിഫ്റ്റ് അറ്റ് ഓൾ, ബട്ട് ഇറ്റ് ഈസ് എ ചോയ്സ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഈ അനുസരണ എന്ന് പറയുന്നത് സ്വർഗം തരുന്ന ഒരു ഗിഫ്റ്റ് അല്ല. സ്വർഗം തരുന്ന ഒത്തിരി ഗിഫ്റ്റ് ഉണ്ട്. എന്തുവെന്നറിയാമോ? ഫോർഗീവ്നെസ്, പാപമോചനം എന്ന് പറയുന്നത് കർത്താവ് തരുന്ന ഗിഫ്റ്റാണ്. കർത്താവ് നമുക്ക് ദാനമായിട്ട് തരുന്ന രക്ഷ കർത്താവ് തരുന്ന ദാനമാണ്. കർത്താവിങ്കലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തരുന്നത് സ്വർഗത്തിന്റെ ദാനമാണ്. ഹോപ്പ്, അഷ്വറൻസ് നമുക്ക് തരുന്നത് കർത്താവിന്റെ ദാനമാണ്. എല്ലാം കർത്താവിന്റെ ദാനമാണ്.
പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഒബീഡിയൻസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാനമല്ല. കർത്താവ് നമുക്ക് ചോയ്സ് തന്നിരിക്കുക, ഫ്രീ വില്ല് തന്നിരിക്കുക. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ കാണുന്ന ഈ സകല മ്ലേച്ഛതകളുടെയും കാരണം, ഈ ലോകത്തിൽ കാണുന്ന പാപ പങ്കിലതയുടെ കാരണം, ഈ ലോകത്തിന്റെ ഷേപ്പ് തന്നെ, ഇതിന്റെ രൂപം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി ഇത്രമാത്രം അധപ്പതിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചതാ. ഒരു സ്ത്രീ ഒരു പ്രാവശ്യം കാണിച്ച അനുസരണക്കേട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ആര് ചെയ്തു? ഹൗവ ചെയ്തു. ഒറ്റ തെറ്റാണ്, ഒരനുസരണക്കേടാ കാണിച്ചത്. അവൾക്ക് പറയാമായിരുന്നു. അതുമല്ല, പിശാചിനോടുള്ള സംസാരത്തിലെ കോൺവെർസേഷൻ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഷീ വെരി വെൽ ന്യൂ ദാറ്റ് ഷീ വാസ് നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. അവളത് ചെയ്യരുതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പിശാചിനോട് പറയുന്നുണ്ട്, ദൈവം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അതിനെ വയലേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ സഹോദരങ്ങളെ? ഹല്ലേലൂയ! ഒരു വലിയ കാറ്റസ്ട്രോഫി, ഒരു വലിയ അപകടം അവളുടെ ജീവിതത്തിൽ മാത്രമല്ല വന്നത്, അവളുടെ തലമുറകളിലേക്ക് ശാപം, ആ മരണം കടന്നു വന്നു. അതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ! അനുസരണയില്ലാത്ത അറിവെന്ന് പറയുന്നത് ആത്മീക മരണത്തിലേക്ക് നമ്മളെ നയിക്കും. എനിക്ക് അറിവുണ്ട്, പക്ഷെ എനിക്ക് അനുസരണയില്ല. അത് ആത്മീക മരണത്തിലേക്കാണ് നയിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമം തുടങ്ങിയത് അനുസരണക്കേട് കൊണ്ടാണെങ്കിൽ പുതിയ നിയമം തുടങ്ങുന്നത് അനുസരണയെ കൊണ്ടാണ്. ഒരു സ്ത്രീ അവിടെ ഒരു അനുസരണ കാണിച്ചു. എന്തുവെന്നറിയാമോ? ഒരു വലിയ അപകടത്തിന്റെ മധ്യത്തിൽ തന്നെ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നിട്ട് മറിയയോട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന്. നമുക്കറിയാം അവിടെ എന്താണെന്നറിയാമോ സംഭവിച്ചത്? ആ ദൈവത്തിന്റെ ദാസി പറഞ്ഞു, മേ ബി ഷി വാസ് ഇൻ ഹർ ലേറ്റ് ടീൻസ്. ഒരു പക്ഷേ ആ ടീനേജ് ലൈഫിൽ ഒരു 16-17 വയസ്സൊക്കെ കാണുമായിരിക്കും. ബട്ട് ഷീ സെഡ് യെസ്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് യേസ് പറഞ്ഞു. ആരെന്നറിയാമോ? മറിയ യേസ് പറഞ്ഞു. എന്ത്? ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ പറഞ്ഞത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും അവൾ അത് അനുസരിക്കുകയും ചെയ്തു. ഇതാ ഞാൻ അങ്ങയുടെ ദാസി, here is your servant, here is your maid, and let thy will happen to me. I am submitting. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക നിന്റെ ഹിതത്തിന് വേണ്ടി. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, there was a price she had to pay for that. ഹല്ലേലൂയ! വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി, വിവാഹാലോചന മാത്രമേ നടന്നിട്ടുള്ളൂ, എൻഗേജ്ഡ് ആയിട്ടേ ഉള്ളൂ, അവൾ ഗർഭം ധരിച്ചുവെന്ന് സമൂഹം അറിയുമ്പോൾ, അവരുടെ കുടുംബത്തിലുള്ളവൾ അറിയുമ്പോൾ അവൾ കൊടുക്കേണ്ട വില എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? ഇന്നത്തെ കാലമല്ല, അന്ന്. അതും യഹൂദ മതമാണ്. ചിന്തിക്കണം, ജൂവിഷ് കമ്മ്യൂണിറ്റിയാണ്. She paid a price. She carried a cross. This morning ഞാൻ പറഞ്ഞതുപോലെ തന്നെ, before the Lord took the cross, his mother had taken the cross. കർത്താവ് ക്രൂശ് ഫിസിക്കലായിട്ട് ചുമക്കുന്നതിന് മുമ്പ് ആ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ആ കർത്താവിന് വേണ്ടി അമ്മ ക്രൂശ് ചുമന്നു. മനസ്സിലാക്കണമേ, ഹല്ലേലൂയ! ക്രൂശ് തന്റെ ജീവിതത്തിൽ ചുമന്നു. എന്ത്? പരിഹാസം, നിന്ന, അപവാദങ്ങൾ, ഇതെല്ലാം ആ പെൺകുട്ടി സഹിക്കേണ്ടി വന്നു. എന്തിന്? To bring forth Christ. ഹല്ലേലൂയ! ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം. I tell you my brothers, my sisters, അനുസരണയ്ക്കൊരു വില കൊടുക്കേണ്ടി വരും. അനുസരണയ്ക്കൊരു വേദന സഹിക്കേണ്ടി വരും. അത് എന്തുമായിക്കൊള്ളട്ടെ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം നമ്മുടെ ഇഷ്ടങ്ങളോട് നോ പറയേണ്ടി വരും. അതിന് യാതൊരു സംശയവുമില്ല. സോ ഇറ്റ് ഈസ് എ ചോയ്സ് ഓൾവേസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒബീഡിയൻസ് ഈസ് നോട്ട് എ ഗിഫ്റ്റ്, ബട്ട് ഇറ്റ് ഇസ് എ ചോയ്സ്. And it is not one-time action. It is progressive, moment to moment. ഹല്ലേലൂയ! ഒരു പ്രാവശ്യം മാത്രം ഒരു കാര്യം ചെയ്യുന്നതല്ല അനുസരണ എന്ന് പറയുന്നത്. ഞാൻ അനുസരണയുള്ള ദാസനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യജമാനൻ എപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ യേസ് പറയുക മാത്രമല്ല, അത് ചെയ്യുന്നവനായി തീരണം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഒരു അപ്പൻ മകനെ വിളിച്ചിട്ട് വയലിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം മൂത്ത മകൻ എന്തോ പറഞ്ഞു? ഞാൻ പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. രണ്ടാമത്തവൻ എന്തോ പറഞ്ഞു? ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞവൻ പോയി. അവിടെ നോക്കിക്കേ, നമ്മൾ പറയുക മാത്രമല്ല, നമ്മൾ ചെയ്യുകയും ചെയ്യണം. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ അതൊക്കെ നമ്മൾ എപ്പോഴും അനുസരിക്കുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊണ്ടിരിക്കണം. So it is not one time thing. ഞാൻ ചിലത് ഇന്നലെ അനുസരിച്ചു എന്ന് പറയുന്നതിലല്ല,
നീ എന്തൊക്കെ അനുസരിക്കുവാൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നതിലാണ് കാര്യം. ദൈവമക്കളാകുന്ന നമ്മൾ പലപ്പോഴും പലതിനും ചൂണ്ടിക്കാണ്ടിക്കൊണ്ട് പറയാറുണ്ട്, ഞാൻ അതൊക്കെ അനുസരിച്ചയാളാണ്, ഞാൻ അതൊക്കെ അനുസരിച്ചയാളാണ്, അല്ലേ? കൽപ്പനകളൊക്കെ പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ അനുസരിച്ചതാണെന്ന് പറയും, ചില കാര്യങ്ങളെന്നല്ല, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ തിരുവചനം ഒന്ന് തുറന്നു നോക്കിക്കേ, നീ അനുസരിക്കാത്ത, ഞാൻ അനുസരിക്കാത്ത എത്ര കൽപ്പനകൾ ഈ ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. Hallelujah. So obedience means it is something progressive. It is not a one time action. നമ്മൾ മറന്നു പോകരുത് ഈ ഒരു വിഷയം. Hallelujah. It is a process. It is a process. And one more thing in this ഇതുമായിട്ടുള്ള കണക്ഷനിൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Hallelujah. When obedience looks different when it costs us something. ഈ ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ, അനുസരണ എന്ന് പറയുമ്പോൾ, ചില കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്, അല്ലേ? ചില കാര്യങ്ങൾ അനുസരിക്കാൻ താല്പര്യമാണ്. കുഞ്ഞുങ്ങളോട് പറയുക, പോയി ആ സാധനം എടുത്തോണ്ട് വന്നേ, അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാമെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം അനുസരിക്കാൻ, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിയാമെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഹോംവർക്ക് മുഴുവൻ വിത്തിനാൻ അവർ ചെയ്ത് കഴിയും, അല്ലേ? നമ്മൾ ചെയ്യത്തില്ലേ? ആ അനുസരണയ്ക്ക് ഭയങ്കര രുചിയാണ്. ദർ ഇസ് എ ടേസ്റ്റ് ഇൻ ദാറ്റ് ഒബീഡിയൻസ്, അല്ലേ? പക്ഷെ കളിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനോട് കൂട്ടുകാർ വെളിയിൽ വന്നിട്ട് കളിക്കാൻ വിളിക്കുക, ആ കളിക്കാൻ പോകുന്ന കുഞ്ഞിനോട് പറയാം, ഇന്ന് നീ കളിക്കാൻ പോകണ്ട, ഇന്ന് ഈ വീട് മൊത്തം വൃത്തിയാക്കാൻ പറഞ്ഞാലോ? പേടിച്ച് അനുസരണയോടെ ചെയ്യും. ആ അനുസരണയ്ക്കൊരു കയ്പുണ്ട്, ഇല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. സോ ഒബീഡിയൻസ് ലുക്സ് ഡിഫറെൻറ്റ് വെൻ യു ആർ പേയിങ് എ കോസ്റ്റ്. ഓൾവേസ് മനസ്സിലാക്കണമേ, എന്നാൽ ആ കോസ്റ്റ് കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ അനുസരിക്കുന്ന ഈ അനുസരണയാണ് യഥാർത്ഥ അനുസരണ. മറിയയുടെ ജീവിതത്തിൽ നമ്മളതാ കണ്ടത്. ഒരു പ്രൈസ് കൊടുത്തപ്പോഴും അവൾ സന്തോഷത്തോടെ അത് അനുസരിച്ചു. പ്രൈസ് ഗോഡ്. ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, നിന്റെ ഇഷ്ടം എൻ്റെ മേൽ ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെ ഒരു പെൺകുട്ടി പറയുവാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുവാൻ കഴിഞ്ഞത്. മറന്നുപോകരുത്. ഞാനും നീയും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ അനുസരണയ്ക്കായി പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, സമർപ്പണത്തോടെ അതിന് വില കൊടുക്കുവാൻ തയ്യാറായി സമർപ്പിക്കുമ്പോഴാണ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിന് ലോകത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുക. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഭക്തന്മാർ വില കൊടുത്തു, ദൈവത്തിന്റെ ആലോചനകൾക്ക് അനുസരിക്കുവാൻ കൊണ്ടും വില കൊടുത്തു. അതുകൊണ്ട് നിങ്ങളും ഞാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവിടെ ഇരിക്കുന്നു. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേൾക്കുവാൻ പോകുന്ന വചനത്തിന് ഞാൻ ഒരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കും അത് പറയുന്നത്: ഒബീഡിയൻസ് ഡാഷ് ദ വേ ടു ബ്ലെസ്സിങ്സ്. അനുസരണ അനുഗ്രഹത്തിലേക്കുള്ള വഴി. അനുസരണ അനുഗ്രഹത്തിലേക്കുള്ള വഴി. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നവണ്ണം നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നാം അനുസരിക്കുന്നവരല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതം ഇങ്ങനെയാകണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫാർ ഹയർ പ്ലേസിൽ നമ്മൾ എത്തും, ആത്മീകമായും ഭൗതികമായും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഈ മൂക്ക് ചീറ്റിക്കൊണ്ട് കണ്ണും തുറച്ചുകൊണ്ട് നടക്കേണ്ടവരല്ല നമ്മൾ. ഹല്ലേലൂയ. പാപത്തിന് കീഴ്പ്പെടേണ്ടവരല്ല നമ്മൾ. പിശാചിന്റെ ആയുധങ്ങളായി അവന്റെ കയ്യിലെ അവൻ കളിപ്പാട്ടങ്ങളായി തീരേണ്ടവരല്ല നമ്മൾ. പിശാചിനെ കാണുമ്പോൾ ഭയം ഒളിക്കേണ്ടവരല്ല നമ്മൾ. ചുറ്റുപാടും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, എതിര് കടന്നു വരുമ്പോൾ അവരെ കണ്ട് വിറയ്ക്കേണ്ടവരല്ല നമ്മൾ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ്. ഭൂമിയിലെ അനേക ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, കർത്താവിന് വേണ്ടി സകലതും കൊടുത്ത് സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖത്തോടെ അവർ ജീവിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നവരായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം ചില ശ്രേഷ്ഠമേറിയ ദൈവവചന സത്യങ്ങൾ നമ്മൾ മുന്നോട്ട് കേൾക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് എ ചോയ്സ്. ഗോഡ് ഈസ് സ്പീക്കിംഗ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? കർത്താവ് സംസാരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുക. ഇന്ന് ബൈബിൾ വായിച്ചവർ കൈപൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മിക്കവാറും എല്ലാവരും കൈപൊക്കും. കാരണം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടാകാം ഇന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുക, ഇന്ന് പകൽക്കാലം ദൈവവചനം അല്പം കേൾക്കുവാൻ തക്കവണ്ണം അവസരം കിട്ടിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്നവർ ചിലരൊക്കെ കൈപൊക്കിയെന്നിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും വീഡിയോ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി എവിടെങ്കിലും മീറ്റിംഗിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം. കർത്താവ് സംസാരിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ കർത്താവ് നമ്മളോട് ഇന്ന് പകൽക്കാലം പല കാര്യങ്ങൾ സംസാരിച്ചു. ഈ കേട്ട കാര്യങ്ങളിൽ എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുന്നുണ്ട്?
It is a choice. When God calls you, when God calls me, He is expecting us to obey by paying a price. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ, കർത്താവ് നമ്മളോട് ചില ആലോചനകൾ പറയുമ്പോൾ വില കൊടുത്ത് അതനുസരിക്കുവാൻ, അത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവവചനത്തിൽ നിന്ന് 1-2 ഭാഗങ്ങളെടുത്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. പത്രോസിൻ്റെ അടുത്തേക്ക് കർത്താവ് വന്നു. പത്രോസിൻ്റെ അടുത്തേക്ക് കർത്താവ് വന്നത്, കർത്താവ് പത്രോസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുക. ഇറ്റ് വാസ് ഹിസ് ചോയ്സ് വെദർ ടു സേ യെസ് ഓർ നോട്ട് ടു ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട്, പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ക്യാൻ യു ടേൺ വിത്ത് മീ ടു ലൂക്ക് ചാപ്റ്റർ 5. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ, അതായത് യേശു കർത്താവ്, ഗനേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഇതിപ്പോൾ മോർണിംഗ് ടൈമാണ്. രാത്രി മുഴുവനും വേലയ്ക്ക് പോയി മീൻപിടുത്തത്തിന് പോയിട്ട് അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവർ കരയ്ക്കേക്ക് വന്നിട്ട് അവരുടെ വല കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വല കഴുകി മടക്കി വെച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പോകുന്ന സമയമാണ്. ആ സമയമാണ്, പ്രഭാതമാണിത്. ശ്രദ്ധിക്കണമേ, ആ പ്രഭാതം ഇച്ചിരി നേരം പുലർന്ന സമയം തന്നെയായത്. ശ്രദ്ധിച്ചേ, 3-ാമത്തെ വാക്യം: ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി. യേശു കർത്താവ് കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. വെയിറ്റ് എ മിനിറ്റ്, ഒന്ന് ശ്രദ്ധിക്കണമേ. നമ്മുടെ ഭാവനയൊന്ന് കണ്ടേ. പത്രോസ് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ ഇതിനു വേണ്ടി? തൻ്റെ പടക് യേശു ഉപയോഗിക്കുവാൻ തക്കോണം പത്രോസ് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? ഒന്ന്, പത്രോസിന് അതിന് മനസ്സുണ്ട്. രാത്രി മുഴുവനും അധ്വാനിച്ച മനുഷ്യനാണെന്ന് താഴെ ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നില്ല. രാത്രി മുഴുവനും അധ്വാനിച്ച ഒരു മനുഷ്യൻ, അവൻ വല കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വല മടക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തക്കവണ്ണമാ, അല്ലേ? ആ മനുഷ്യന്റെ അടുക്കലാണ് യേശു കർത്താവ് പറയുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ പടകിൽ ഒന്ന് കയറി ഇരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പത്രോസിനൊരു മനസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സഹോദരന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട്, നമ്മുടെ ജോലി പോലെയല്ല കടലിലെ ജോലി. നമുക്കറിയാം, കടലിലെ അധ്വാനം നമുക്കറിയാം. രാത്രി മുഴുവനും ഈ തണുത്ത കാറ്റടിച്ചിട്ട് ഈ കടലോളങ്ങൾക്കെതിരെ പോയിട്ട് നമുക്കറിയാം, സീ സിക്നസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അതെല്ലാം കഴിഞ്ഞ്, ആ കുലുക്കം എല്ലാം കഴിഞ്ഞ് പട്ടിണിയായിട്ട് വിഷമിച്ച് വരിക. അത് മാത്രമല്ല, ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ഒരു ചെറിയ മീനിനെ പോലും ഓർക്കാൻ രാത്രി കിട്ടിയിട്ടില്ല. നിരാശയോടെ വരികയാണ്. നിരാശയോടെ വരിക. ശരീരം അവരുടെ ക്ഷീണിച്ചു, മനസ്സ് അവരുടെ ക്ഷീണിച്ചു. പലപ്പോഴും ദൈവത്തിന്റെ തിരുവചനം കേൾക്കുമ്പോൾ നമുക്കതിലൊരു ഉന്മേഷവും തോന്നത്തില്ല. കാരണം നമ്മുടെ ശരീരം ക്ഷീണിച്ചിരിക്കുക, നമ്മുടെ മനസ്സിൽ പലവിധമായ ഭാരങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. അതിലെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് കഴിയാതെ പോവുക. ഇതേ സാഹചര്യത്തിൽ പത്രോസ് വരുന്നു. പത്രോസ് കർത്താവിന്റെ അടുത്ത് ഹല്ലേലൂയ നോയല്ല പറഞ്ഞത്, ഒന്ന് തന്റെ പടക് കർത്താവിന് വിട്ടുകൊടുത്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കർത്താവിനെ പടകിലിരുത്തിയിട്ട് പത്രോസിന് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? സ്വന്തം പടകിൽ കയറി കർത്താവ് ഇരിക്കുക. കർത്താവ് ഈ പടകിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഈ പടക് അവിടെ കെട്ടിയിട്ട് തനിക്ക് പോയി വിശ്രമിക്കുവാൻ. കാരണം വൈകിട്ട് വീണ്ടും ജോലിക്ക് പോകേണ്ടതാണ് രാത്രിയിൽ. ഇതൊന്നും ചിന്തിച്ചില്ല. ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. 1 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് നിർത്തുകയാണ്. നിന്റെ ശരീരത്തിലെ ക്ഷീണം കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നിന്റെ മാനസിക ക്ഷീണം നിനക്ക് കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ എങ്കിലും ഹല്ലേലൂയ, നിന്നെ പലപ്പോഴും അവൻ സമീപിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആ ക്ഷീണത്തിന്റെ മധ്യത്തിൽ നിനക്ക് ബലം തന്നിട്ട് നിന്റെ പടകിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ എന്തിനാണെന്നറിയാമോ? ചില വ്യക്തികളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ചില വ്യക്തികളുടെ വിടുതലിന് വേണ്ടി. പലപ്പോഴും കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പല എക്സ്ക്യൂസുകൾ പറയും, അല്ലേ? ഇന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, ഇന്ന് ഭയങ്കരമായ ക്ഷീണമാണ്. അതിന് പല അർത്ഥങ്ങൾ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് ഈ പടകിനെ ചോദിക്കുമ്പോൾ, കർത്താവിന് കൊടുക്കുവാനുള്ള എക്സ്ക്യൂസസ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയാ. എനിക്ക് ഭയങ്കര ക്ഷീണമാ, അല്ലെങ്കിൽ എനിക്ക് മറ്റു പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പത്രോസ് ഇവിടെ ഒന്നും പറഞ്ഞില്ല. പത്രോസിന്റെ പടകിലിരുന്ന് യേശു കർത്താവ് സംസാരിക്കുക. അടുത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ആത്മീക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. സംസാരിച്ചു തീർന്നപ്പോൾ
അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. Look here. Who is it speaking? It is Jesus speaking to whom? To Peter. യേശു പത്രോസിനോട് സംസാരിക്കുക. എല്ലാം കഴിഞ്ഞ് പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് പത്രോസ്, ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നത് യേശു കർത്താവ് പടകിൻ്റെ ഒരു വശത്തിരിക്കുന്നു, മറ്റേ വശത്ത് ഉടമസ്ഥനായി ഇരിക്കുന്ന പത്രോസ് ഇരിക്കുക. അപ്പോൾ എല്ലാവരോടും ദൈവവചനം പറഞ്ഞ ശേഷം യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഒരു കാര്യം ചെയ്യേ, പടകിൻ്റെ അങ്ങോട്ട് നീക്കി ആഴത്തിലേക്കൊന്ന് വല വീശണം. റിമെമ്പർ ദിസ്. നമ്പർ 1, യേശുവിന് ഈ പടക് ഈ കായലിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് എന്തറിയാം? യേശു മീൻപിടുത്തം ചെയ്തിട്ടുണ്ടോ? യേശു മീൻ പിടിച്ചിട്ടുണ്ടോ? യേശു ഒരു മുക്കുവനായിരുന്നുവോ? യേശുവിന് ഈ ബിസിനസ്സിനെ കുറിച്ച് വല്ലതും അറിയാമോ? സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ. അവർക്കറിയാം, പത്രോസിനറിയാം, ഇതൊരു റബ്ബിയ, ഒരു യങ് റബ്ബിയാണ്, ഒരു ചെറുപ്പക്കാരനായ ഒരു ഗുരു മാത്രമാണ്. ഇവൻ ആകെ അറിയാവുന്നത് പ്രമാണങ്ങൾ മാത്രമേ അറിയൂ, ഇവൻ ആകെ അറിയാവുന്നത് ദൈവത്തെ മാത്രമേ അറിയൂ, ഇവന് പ്രസംഗിക്കാനേ അറിയൂ. ഇവന് ഈ കായലിൽ എവിടെ മീൻ കിട്ടുമെന്നോ, എങ്ങനെ അധ്വാനിക്കണമെന്നോ, എങ്ങനെ വലയെറിയണമെന്നോ, എങ്ങനെ വലമടക്കണമെന്നോ ഇവൻ അറിയത്തില്ല. അവന് എന്നോട് പറയുന്നത് എന്തെന്നറിയാമോ? കുറച്ച് ആഴത്തിലോട്ട് നീക്കി വല വീശാൻ. മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. സോ ഡിഡ് പീറ്റർ തിങ്ക്. അങ്ങനെ തന്നെ പത്രോസും ചിന്തിച്ചു. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഇത് പ്രഭാത സമയമാണ്. പ്രഭാത സമയം മീന് ചൂടായി വരുന്ന സമയമാണ്. ചൂടുള്ള പ്രഭാത സമയത്ത് മീൻ ഒരിക്കലും കായലിൽ മുകളിൽ നിൽക്കത്തില്ല. അത് കായലിന്റെ ഏറ്റവും അടിയിൽ, ആ കടലിന്റെ ഏറ്റവും അടിയിലേക്ക് പോകും. വലയെത്താത്ത ഏറ്റവും അടിയിലായിരിക്കും മീനുകൾ എപ്പോഴും പകലിൽ നിൽക്കുക. രാത്രി മാത്രമേ ഈ സർഫസിലേക്ക് മീൻ കടന്നു വരത്തുള്ളൂ. അതുകൊണ്ടാണ് മുക്കുവര് രാത്രിയിൽ വല പിടിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കണമേ, ഇതും ആർക്കറിയാം? ഇതും പത്രോസിനറിയാം. പത്രോസിന് നന്നായിട്ട് അറിയാം, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ എ ക്യാച്ച്. സീ, രാത്രിയിൽ മീൻ പിടിക്കുവാൻ എല്ലാ സാഹചര്യവും ഉണ്ടായപ്പോൾ, മീൻ വരുന്ന സന്ദർഭത്തില് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ, കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ കായലിൽ, ഈ കടലിൽ വല വീശുന്നവർ, മീൻ പിടിക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, ഇതിന്റെ എല്ലാം അറിയാമെന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീനിനെ പോലും കിട്ടാത്തിടത്ത് ഇതൊന്നും അറിയാത്ത യേശു പറയുന്നു ആഴത്തിലേക്ക് വല വീശാൻ. അതുമാത്രമോ, ഈ സമയം ഈ ഉച്ചയാകുന്ന സമയമാണ്. കാരണം പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ് ഉച്ചയായി കഴിഞ്ഞു കാണും. ചിന്തിച്ചു നോക്കണമേ, അല്ലെങ്കിൽ 11-12 മണിയായി കാണും. വെള്ളമൊക്കെ ചൂടായി തുടങ്ങി കാണും. ഈ ചൂടായ വെള്ളത്തിനകത്ത് എവിടെയാ മീൻ നിൽക്കുന്നത്? മീൻ നിൽക്കുന്നത് അതിന്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. വല എവിടെ വരെ എത്തത്തില്ല. It is an impossibility. I tell you one thing, my brother, my sister. Peter didn't reason. Peter didn't pull out his calculator and started calculating. He hasn't gone to the Google and searched for reviews like we all do. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ പെട്ടെന്ന് പൊക്കിയെടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇതിനകത്ത് വല്ല റീസണിങ് ഉണ്ടോ? പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോ? അല്ലെ ഗൂഗിളിനകത്ത് പോയി സെർച്ച് നോക്കും, ഇതിനകത്ത് വല്ല കാര്യങ്ങളും ഉണ്ടോ ഈ പറയുന്നതിനകത്ത്? അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് ആലോചന ചോദിക്കും, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടു, ദൈവത്തിന്റെ വചനമാണെന്നും പറഞ്ഞ് കേട്ടു, ഇതിനകത്ത് വല്ല കാര്യവുമുണ്ടോ? പ്രഗത്ഭ്യമുള്ള വലിയ ആളുകളെ വിളിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാറുണ്ട്. പക്ഷെ പത്രോസ് ഇതൊന്നും ചെയ്തില്ല. കാരണം പത്രോസിന്റെ തൊട്ടടുത്ത് കൂട്ടുകാർ നിൽപ്പുണ്ട്. പത്രോസ് തന്റെ എക്സ്പീരിയൻസ് അവിടെ അപ്ലൈ ചെയ്തില്ല. പത്രോസ് തന്റെ റീസൺസ് എവിടെ അപ്ലൈ ചെയ്തില്ല. പത്രോസ് തന്റെ കൂട്ടുകാരോട് ആലോചന ചോദിച്ചില്ല. പത്രോസ് ഒന്ന് മാത്രം പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് എനിക്കൊന്നും കിട്ടില്ല, പക്ഷേ അങ്ങയുടെ വാക്കിന് ഞാൻ വിലയിറക്കാം. ഇതാണ് അനുസരണ. When everything is unfavorable, ഒന്നും നിനക്ക് അനുകൂലമല്ലെന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ബുദ്ധിയിൽ നിനക്കറിയാം ഇതിനകത്ത് ഒരു സെൻസ് മേക്ക് ചെയ്യത്തില്ലെന്ന്. ഇതിനകത്ത് അറിയാൻ പറ്റും എല്ലാ പ്രതികൂലങ്ങളാണ്, ഞാൻ ഇതൊക്കെ ഒത്തിരി ശ്രമിച്ചതാണെന്ന്, ഹല്ലേലൂയ, ഒത്തിരി അടുത്ത് ഞാൻ പോയതാണെന്ന്. ഈ സമയം, ഈ സാഹചര്യം, അല്ലെങ്കിൽ ഈ അവസ്ഥ, ഇതൊന്നും വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം പറ്റാത്ത അവസ്ഥയാണെന്ന് അബ്രഹാമും സാറയും ചിന്തിച്ചതുപോലെ അബ്രഹാം പറയുന്നു, 100 വയസ്സ് എനിക്ക് കഴിഞ്ഞു, എന്റെ ഭാര്യ സാറയ്ക്ക് കഴിഞ്ഞു, ഒരു പുത്രോത്പാദനം എനിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. സാധ്യത എന്നല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് തന്നെയാണ് സക്കറിയ
സഖറിയാവും എലിസബത്തും പുതിയ നിയമത്തിൽ പറഞ്ഞത് അവർ പ്രായം തികഞ്ഞവരാ. ഇനി ഒരു പുത്രോത്പാദനത്തിന് അവർക്ക് ഒരു സമയവുമില്ല. അതിന്റെ മധ്യത്തിലാണ് ദൈവം പറഞ്ഞതിന് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അസാധ്യമായതിനെ ദൈവം അവരുടെ മടിയിൽ കൊടുത്തത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മനുഷ്യൻ പറയുമ്പോൾ അനുസരിക്കുന്നത് പോലെയല്ല ദൈവം പറയുമ്പോൾ അനുസരിക്കേണ്ടത്. മനുഷ്യൻ പറയുമ്പോൾ നീ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ, അത് ശരിയാണോ എന്ന് നീ അന്വേഷിച്ച് നോക്കിക്കോ, അതിന്റെ റീസൺസിന്റെ പിന്നാലെ പോയിക്കോ, അതിന്റെ എവിഡൻസിന്റെ പിന്നാലെ പോയിക്കോ, അതിന്റെ തെളിവുകൾ നീ അന്വേഷിച്ചോ. നീ ചാടി ഒന്നും ചെയ്യണ്ട. പക്ഷെ ദൈവം പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവം പറയുമ്പോൾ, ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ ഹല്ലേലൂയ, എല്ലാം പ്രതികൂലമാണെന്ന് തോന്നിയാലും നിന്നോട് കൽപ്പിക്കുന്നവൻ ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ ശക്തനാണവൻ. ഹല്ലേലൂയ, അതവിടെ സംഭവിച്ചത്. നമുക്കറിയാം. ഇവിടെ ഒന്ന് നോക്കിക്കേ, സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ആലോചിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ, വെറുതെ ഇനി എന്തിനാ കർത്താവേ, എന്തിനാ ഗുരു എന്നെ കൊണ്ട് മെനക്കെടുത്തുന്നത്, ഞാൻ ആകെ ടയേർഡാ, വീട്ടിൽ പോയി ഞാൻ അല്പം വിശ്രമിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അല്ലെ, അടുത്ത് നിന്ന് യാക്കോബിനെ യോഹന്നാനെയും വിളിച്ച് പറയുന്നില്ല, ഗുരു ഇങ്ങനെ പറയുന്നു, നമുക്ക് എന്തോ പറയുന്നു, ക്യാൻ യു ട്രൈ? നോ നോ ലോർഡ്, വാട്ട് യു സെഡ് I am obeying it. I tell you, my brother, my sister, ഇങ്ങനെ പറയുന്നവരെയാ കർത്താവിന് വേണ്ടത്. ഇങ്ങനെ പറയുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റൂ. ഇങ്ങനെ പറയുന്നവരെയാണ് അനുഗ്രഹം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നത്. ഭൗതിക അനുഗ്രഹം മാത്രമല്ല, താഴേക്ക് വരുമ്പോൾ മറ്റും 2 അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എവിടെയാണെന്നറിയാം? ദൈവിക അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ഭൗതികത്തിൽ മാത്രമല്ല, ആത്മീകം കൂടെ ചേരുമ്പോഴാണ് അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് മാറുന്നത്. ഭൗതികം മാത്രമാണെങ്കിൽ അത് മറ്റെവിടെ നിന്നെങ്കിലും ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ചെയ്തപ്പോൾ, എങ്ങനെ ചെയ്തപ്പോൾ? അവർ അനുസരിച്ചപ്പോൾ, അവർ കർത്താവിന്റെ ആലോചനയ്ക്ക് യേസ് എന്ന് പറഞ്ഞപ്പോൾ, കർത്താവിന്റെ ആലോചനയ്ക്ക് ഉവ്വെന്നവൻ പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നു. അവൻ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വലകീരാറായി. ഒരു രാത്രി എത്ര മണിക്കൂറുകളുണ്ട്? 12 മണിക്കൂർ അവർ അധ്വാനിച്ചത് വെറും 12 സെക്കൻഡ് കൊണ്ട് അവർക്ക് കിട്ടി. ഇതാ ദൈവത്തെ കൂടാതെയുള്ള അധ്വാനവും ദൈവവുമായി ചേർന്നുള്ള അധ്വാനവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാലം അധ്വാനിച്ച് തളർന്നു പോയില്ലേ? ജീവിതത്തിൽ പലതും സ്വരുക്കൂട്ടുവാൻ വേണ്ടി, ജീവിതത്തിൽ ചിലതൊക്കെ നേടുന്നതിന് വേണ്ടി, അതിന് ചിലതൊക്കെ മീറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം അധ്വാനിച്ചു, എവിടെയൊക്കെ ഓടി, എത്രമാത്രം ഉറക്കളച്ചു, ആരുടെയൊക്കെ അടുക്കൽ കൈനീട്ടി, എന്തെല്ലാം യാഗങ്ങൾ കഴിച്ചു, നേർച്ചകൾ കഴിച്ചു. ഇതെല്ലാം കഴിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ സഹോദരി, ഒന്നും കിട്ടുന്നില്ലല്ലോ സഹോദര. കാരണം മറ്റൊന്നുമല്ല, നീ ചെയ്തതൊക്കെയും ദൈവത്തിന്റെ അടുത്തല്ല ചെയ്തത്, നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് നിനക്ക് തോന്നിയ വഴിയിലാണ് ചെയ്തത്. എന്നാൽ കർത്താവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് അവന്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ, ഇവിടെ പറയുന്നു അവരുടെ പടക് പെരുത്ത കൂട്ടം കൊണ്ട് നിറഞ്ഞെന്ന്. ഹല്ലേലൂയ, ഇവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, അവർ മറ്റേ പടകിലുള്ള 7-ാമത്തെ വാക്യം, മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുവാറോളം നിറച്ചു. നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ട് 2 പടക് അവിടെ എടുത്തിരുന്നത്. ഈ 2 പടകും നിരാശയുടെ പടകുകളായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, ഈ 2 പടകുകളും they were the boats of depression, they were the ships of depression. 2 പടകിന്റെയും ഉടമസ്ഥന് നിരാശരാ, 2 പടകുകളും എംറ്റിയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രാവിലെ അവർ എംറ്റി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഇന്ന് അവർ നോക്കുമ്പോൾ 2 പടകും അവിടെ കിടക്കുകയാ. ചോദിക്കുന്നവരൊക്കെ പറയും, ഒന്നും കിട്ടിയില്ലല്ലേ, ഒന്നും കിട്ടിയില്ല, ഒരു പ്രയോജനമില്ലല്ലേ. ഇവിടെ കർത്താവ് കൊടുത്തപ്പോൾ ആ ഒരു പടകിനല്ല കൊടുത്തത്, ഒരുത്തനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ കൂടുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു. സഹോദര സഹോദരി, ഓർക്കണമേ, നീ കർത്താവിൻ്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്നോട് ചേർന്ന് നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ കൂട്ടുകാരും അനുഗ്രഹിക്കപ്പെടും. നീ കർത്താവിനോട് യേശു പറഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ, നീ കർത്താവിനോട് യേശു പറഞ്ഞാൽ മാത്രം മതി. അതിന് ചില വില കൊടുക്കാൻ മാത്രം തയ്യാറായാൽ മതി, ചില അസൗകര്യങ്ങൾ സഹിക്കാൻ തയ്യാറായാൽ മതി. നീ മാത്രമല്ല, നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഗുണം കർത്താവ് നിന്നെ മുഖാന്തരമാക്കി മാറ്റും.
നിന്റെ പടകിനെ മുഖാന്തരമാക്കി മാറ്റും. ഇവിടെ അടുത്ത വാക്ക് ഇതല്ല, ഇവിടെയല്ല മെയിൻ പോയിന്റ് വരുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ഇന്നത്തെ വിഷയത്തിൻ്റെ. ഞാനിത് പ്രാരംഭമായിട്ടൊരു സംഭവം പറയുന്നത് മാത്രമാണ്. ഈ താഴേക്കൊന്ന് വായിച്ചു വന്നേ. 2 പടകം മുങ്ങുമാറാവോളം നിറച്ച്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മാർക്കാണ് എന്തോന്നറിയാമോ? സ്ഥലമില്ലാതെ വണ്ണം അവൻ നിറയ്ക്കും. ആദ്യം അതൊന്ന് എംറ്റി ആണെന്ന് സമ്മതിക്കണം കേട്ടോ. പകുതി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പത്രോസ് പറഞ്ഞതിനെ ഓൾറെഡി പകുതി ഉണ്ടായിരുന്നല്ലോ, ബാക്കി ഇവിടെ അല്ലേ കർത്താവ് വിട്ടുള്ളൂ. അതിനാ കർത്താവ് എംറ്റി ആക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എവിടെ വെച്ച് നീ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് സീറോയാ കർത്താവെ, ഞാൻ ശൂന്യനായിപ്പോയി, എനിക്കൊന്നിനും കഴിവില്ല എന്ന് സമ്മതിക്കുന്നുവോ, അവിടെയാ കർത്താവ് പൂർണ്ണ മഹത്വം എടുത്ത് നിന്നെ വക്കിനപ്പുറം വരെ നിറയ്ക്കുന്നത്. മറന്നു പോകരുത് സഹോദര. എൻ്റെ കൈ ചിലതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് കർത്താവ് ബാക്കിയിടാൻ വരാത്തത്. എപ്പോഴും ഓർക്കണമേ, കർത്താവ് നിന്റെ കൂടെ കാറിനകത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ he doesn't want to be in the passenger seat, he wants to be in the driver's seat. മറന്നു പോകരുത്. നിന്റെ കാറിൽ നിന്നോട് കൂടെ ദൈവം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിൽ നിന്നോട് കൂടെ കർത്താവ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ കാറിൽ കർത്താവ് ഇരിക്കുന്നത് നിന്റെ പാസഞ്ചറോ നിന്റെ സഹയാത്രികനായിട്ടല്ല, പിന്നെയോ ഹല്ലേലൂയ ഡ്രൈവർ സീറ്റ് അവന് കൊടുത്തെങ്കിൽ മാത്രമേ നിന്റെ കാറിൽ കയറിയിരുന്നവൻ യാത്ര ചെയ്യൂ. പക്ഷെ പലപ്പോഴും ഡ്രൈവർ സീറ്റ് കൊടുക്കുവാൻ്റെ കോണം നമ്മളിൽ പലർക്കും കഴിയത്തില്ല. നിന്റെ ഭവനത്തിൽ കർത്താവ് വന്ന് വസിക്കണമെന്നുണ്ടെങ്കിൽ, ഭവനത്തിന്റെ നായകനാക്കി നീ അവനെ മാറ്റിയെങ്കിൽ മാത്രമേ നിന്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരൂ. പക്ഷെ പലപ്പോഴും നമുക്കതിന് സമ്മതമില്ല. കാരണം ഭവനത്തിന്റെ നായകൻ ഞാനാണ്. ശരിയല്ലേ? നോ വണ്ടർ വി ആർ നോട്ട് ബ്ലെസ്ഡ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്. എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും നായകനുമായി, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവുമായി ഹല്ലേലൂയ സമ്പൂർണമായി ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി വിശ്വസിച്ച് കണ്ണടച്ചുകൊണ്ട് സമർപ്പിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിന് തെളിവുകളൊന്നുമില്ല കേട്ടോ. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് ദ തിങ്സ് വിച്ച് ആർ അൺസീൻ അല്ലേ? അത് മാത്രമല്ല, ഹോപ്ഡ് ഫോർ ആണ് അല്ലേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാ. വിശ്വാസത്തിന് തെളിവുകളൊന്നുമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രമാ. ആരും ചോദിക്കുക വാട്ട് ഈസ് ദ പ്രൂഫ് ഓഫ് യുവർ ഫെയ്ത്ത്? ഐ ഹാവ് നോ പ്രൂഫ്. അതുകൊണ്ട് അതിന് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാ. ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കുന്നവരാണ് ഫെയ്ത്ത് ഉള്ളതെങ്കിൽ കർത്താവിനെ നാഥനാക്കി മാറ്റുക എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ജീവിതം പൂർണ്ണമായി കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഒരൊറ്റ സംഭവമാണ് പത്രോസിന് തൻ്റെ ജീവിതം മുഴുവനും ധൈര്യമായി കർത്താവിൻ്റെ കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഉറപ്പ് കൊടുത്തത്. കാരണം ഈ കർത്താവിനെ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നഷ്ടം സഹിക്കേണ്ടി വരത്തില്ലെന്ന് പത്രോസിന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ആ ഭാഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. താഴെ എഴുതിയിരിക്കുന്നു, ഇത് കണ്ടിട്ട് ശീമോൻ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്നറിയാമോ? ഞാൻ പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് അവിടെ വെളിപ്പെട്ടു, കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. കർത്താവിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവ തേജസ്സിൻ്റെ മുമ്പിലാണ് തൻ്റെ പാപത്തെക്കുറിച്ച്, തൻ്റെ കുറവിനെക്കുറിച്ച്, ഈ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്നുള്ള ബോധ്യം പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണു കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹി വർഷിപ്പ്ഡ് ദി ലോർഡ്. ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രതികരണം വർഷിപ്പായിരിക്കണം. മറന്നു പോകരുത് സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് കർത്താവിനെ വർഷിപ്പ് ചെയ്യുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞു? എന്താ കർത്താവിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 പാട്ടുപാടും ഒരു 2 ഹല്ലേലൂയായും പറഞ്ഞൊരു സ്തോത്രം പറഞ്ഞ് കൈയടിച്ച് പോകുന്നതല്ല വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറഞ്ഞ് സബ്മിറ്റിംഗ് യുവർ സെൽഫ് ആൻഡ് എവറിത്തിങ് ദാറ്റ് യു ഹാവ് unto the altar of God, unto the feet of the Lord, and say that, Lord, now you are everything to me. അതാണ് ആരാധന. ആരാധന വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പത്രോസ് ഇസഹാക്കിനെ യാഗപീഠത്തിന്റെ മേൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രൂവ് ചെയ്ത് തെളിയിച്ചു, ഈ എൻ്റെ മകനേക്കാൾ വാർദ്ധക്യത്തിൽ ലഭിച്ച എൻ്റെ പൊന്നുമകനേക്കാൾ എൻ്റെ സകല സമ്പത്തിൻ്റെയും ഉറവിടം, സമ്പത്തിനും ഉടയവനായിരിക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥനായിരിക്കുന്ന, എൻ്റെ അനുഗാമിയായിരിക്കുന്ന, എൻ്റെ പിൻഗാമിയായിരിക്കുന്ന എൻ്റെ ഈ മകനേക്കാൾ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്താണ് എൻ്റെ മകൻ.
എന്നാൽ ആ മകനേക്കാൾ കൂടുതൽ ദൈവമേ, യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നാണ് യാഗപീഠത്തിന്റെ മേൽ തന്റെ മകനെ ബലിയാക്കി കിടത്തിക്കൊണ്ട് അബ്രഹാം പ്രൂവ് ചെയ്തത്. അതാണ് ആരാധന. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം ആരാധന എന്ന് പറയുന്ന വാക്ക് വരുന്നത് അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ, ഇൻ കണക്ഷൻ വിത്ത് ദ സാക്രിഫൈസ് ഓഫ് ഐസക്. ഐസക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നിടത്താണ് ഞാനും ബാലനും ആരാധന കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് ബാല്യക്കാരോട് അബ്രഹാം പറയുന്നതായിട്ട് ആ വാക്ക് ആരാധന എന്ന വാക്ക് അവിടെ എഴുതിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ആരാധന എന്ന് എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്ക് അതാണെങ്കിൽ ആരാധന എന്താണെന്നാണ് അടുത്ത വാക്യങ്ങളിൽ കാണിച്ചത്. എന്ത്? യാഗപീഠത്തിന് മേൽ താൻ സ്നേഹിക്കുന്നതിന്റെ ഏകം മകനെ അർപ്പിച്ചിട്ട് യഹോവയുടെ ആലോചനകൾക്ക് യേശു പറഞ്ഞു. അതാണ് ആരാധന. ഒബീഡിയൻസ് ലീഡ്സ് യു ടു വർഷിപ്പ്. ഒബീഡിയൻസ് ലീഡ്സ് മീ ടു വർഷിപ്പ്. ദൈവം എന്നോട് കൽപ്പിക്കുമ്പോൾ ഞാൻ അത് അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അവനെ ആരാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവനെ ആരാധിക്കുന്നില്ല. പാട്ടുപാടുന്നതല്ല ആരാധന. ഹല്ലേലൂയ. അവിടുന്ന് ചെയ്ത നന്മകൾ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നതല്ല ആരാധന. പിന്നെയോ അവിടുന്ന് നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ വില കൊടുത്ത് അനുസരിച്ചിട്ട് അവിടുന്ന് എന്റെ ജീവിതത്തിൽ സർവസ്വമാണെന്ന് ഹല്ലേലൂയ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ആരാധന. അമേസിംഗ്. അത് ഇവിടെ നോക്കിക്കേ, പത്രോസ് ആരാധിച്ചു കർത്താവിനെ. അവന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴെന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ഹല്ലേലൂയ. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അതുകൊണ്ടാ കർത്താവിന്റെ മുമ്പിൽ വീണ് ആരാധിച്ചത്. 10 ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണുണ്ടായി. യേശു ശീമോനോട്, തന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന ശീമോനെ എടുത്തിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ശീമോനോട് പറയുക. എന്താ പറഞ്ഞെന്നറിയാമോ? ഇന്നു മുതൽ നീ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. ഇതുവരെ നീ ഭൂമിയിലുള്ള മീനിനെ പിടിച്ചുകൊണ്ടല്ലേ നടന്നത്, എന്നാൽ നിന്നെ മനുഷ്യരെ പിടിക്കുവാനായിട്ട് ഞാൻ വിടുക. എന്തിന്? സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവനാക്കി നിന്നെ ഞാൻ മാറ്റും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന എത്ര സഹോദരന്മാർക്ക്, എത്ര സഹോദരിമാർക്ക് ഈ ആഗ്രഹമുണ്ട്? ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്ന ഈ മീൻ പിടിച്ച് കുറെ കാലം കൊണ്ട് ഞാൻ ജീവിക്കുകയാണല്ലോ, ഇനി എനിക്ക് എന്നും നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ തക്കവണ്ണം നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന വേലയിലേക്ക് എനിക്ക് വരണമെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ആഗ്രഹിക്കുന്നു? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദാറ്റ് ബ്ലെസ്സിംഗ്. ഇറ്റ് ഈസ് ഒബീഡിയൻസ്. ദൈവം പറയുന്ന കാര്യങ്ങൾ വില കൊടുത്ത് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. സഹോദര സഹോദരി, മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ഗോഡ്സ് വോയിസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇറ്റ് വിത്ത് പ്യുവർ ഒബീഡിയൻസ്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റെസ്പോണ്ടിങ് to it with pure obedience. അവിടെ അതിന്റെ കംപ്ലീഷൻ. That leads to blessings. Hallelujah. അതാണ് നമ്മുടെ അനുഗ്രഹത്തിലേക്ക് വരുന്നത്. I tell you my brother, my sister, the Christian life requires obedience. ക്രിസ്തീയ ജീവിതം അനുസരണയെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. ക്രിസ്തു തന്നെ അനുസരണയുടെ തെളിവാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ. The very purpose of his coming down from heaven is to do the will of his father. ഒബേ ചെയ്യാനാണ് വന്നത്. അനുസരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവിതം അനുസരണ മാത്രമാണെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതം എന്തായിരിക്കണം? അനുസരണയായിരിക്കണം. ക്രിസ്ത്യൻ ലൈഫ് റിക്വയർസ് ഒബീഡിയൻസ്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാത്തതെന്ത്, കേൾക്കാത്തതെന്ത്? കർത്താവിന് സർപ്രൈസ് ആകുകയാണ്. ഇത് തന്നെയാ സ്വർഗത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ഭൂമിയിൽ കിടന്നുകൊണ്ട് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമായിരുന്നല്ലോ, പക്ഷേ എത്രയോ സമയങ്ങളിൽ എൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞു, പക്ഷേ യു ഹാഡ് നോ ടൈം ഫോർ ദാറ്റ്. യു ഡിഡ്ന്റ് പേ അറ്റൻഷൻ ടു ഇറ്റ് ആൻഡ് യു സെഡ് ഇൻ യുവർ മൈൻഡ് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഇത് തന്നെയാണ് പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
വചനം കേട്ട് ചെയ്യുന്നവരായിട്ട് തീരണം. അതാ യാക്കോബ് പറയുന്നത് അല്ലേ? വചനം കേട്ടത് ചെയ്യുന്നവരായിട്ട് നമ്മൾ തീരണം. We must be doers of the word of God, not simply preachers of the word of God. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരായി തീരണമെന്നല്ല, ദൈവത്തിന്റെ വചനം ചെയ്യുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്നിൽ പ്രവൃത്തിയായി തീരുന്നില്ല എങ്കിൽ എനിക്ക് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരു പ്രാഗൽഭ്യവുമില്ല. ഞാൻ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ആദ്യം ഞാൻ പഠിക്കണം. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഞാൻ നിങ്ങളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു സ്റ്റഡി മാത്തമാറ്റിക്സ് മൈസെൽഫ്. ക്രിസ്തീയ ജീവിതം മറ്റൊരാളെ അഭ്യസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം അഭ്യസിച്ച വ്യക്തിയായിരിക്കണം ഞാൻ. മറക്കരുത് സഹോദര സഹോദരി, അനുസരണ എന്താണെന്ന് എന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ അവരെന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ അനുസരണ ഉള്ളവനായിരിക്കണം. I tell you, my brother, my sister, it is a serious thing. One day we are all accountable before the Lord for this. നമ്മളെല്ലാവരും ഇന്ന് preachers ആണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നവരാ. കാരണം അതിന് വില കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഉറക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഉച്ചത്തിൽ ശബ്ദമുള്ള ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. ഇലോക്യുവൻസ് ഉണ്ടെങ്കിൽ, പ്രസംഗ പാഠവങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പ്രസംഗിക്കാൻ പറ്റും. എല്ലാവരും കൈയടിക്കും. പ്രാർത്ഥിക്കുന്നതും അതുപോലെ. പാട്ടുപാടുവാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പാട്ടുപാടും. എത്ര ഭംഗിയാ. കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയും blessed person, blessed person, anointed person, but God only knows that. എല്ലാവരും പറയും എത്ര അനുഗ്രഹമായിരുന്നു, എത്ര അനോയിൻറ്റിങ്, അഭിഷേകമായിരുന്നു. കേട്ടിട്ടില്ലേ? കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ഭയങ്കര അഭിഷേകമാണ്. പക്ഷെ ദൈവവചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അഭിഷേകത്തിൻ്റെ തെളിവ് അനുസരണയാണ്. അഭിഷേകമുള്ളവൻ ക്രൂശ് എടുക്കുന്നവനാ. കർത്താവിന് വേണ്ടി ക്രൂശ് എടുക്കുന്നവനാ അഭിഷേകമുള്ളവൻ. കാരണം അഭിഷേകം എടുക്കുന്നത് ക്രൂശിലേക്കാണ് നിന്നെ നയിക്കുന്നത്. അഭിഷേകമുള്ളവന് മാത്രമേ ക്രൂശ് വഹിക്കാൻ പറ്റൂ. അഭിഷേകം ഉള്ളവർക്ക് മാത്രമേ ക്രൂശ് വഹിക്കാൻ പറ്റൂ. നിനക്ക് അഭിഷേകമില്ലെങ്കിലും പാട്ടുപാടാൻ പറ്റും കേട്ടോ. അഭിഷേകമില്ലെങ്കിലും പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ജീവിക്കണമെങ്കിൽ നിനക്ക് അഭിഷേകം വേണം. ശുശ്രൂഷിക്കണമെങ്കിൽ നിനക്ക് അഭിഷേകം വേണം. കർത്താവിന്റെ ഹിതപ്രകാരം അതിനാരംഭം അനുസരണയിൽ നിന്ന്. ഒബീഡിയൻസ് ഹെൽപ്പ് യു ടു ഹാവ് അനോയിന്റിംഗ് ഫ്രം ദ ലോർഡ്. ഹല്ലേലൂയ. God is willing to fill in our boats abundantly. നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിന് പൂർണ്ണ മനസ്സാ. പത്രോസിന്റെ പടക് നിറച്ചതുപോലെ കർത്താവിന് നമ്മുടെ പടകുകളെ നിറയ്ക്കുവാൻ കഴിയും. പത്രോസിനെ മനുഷ്യരെ പിടിക്കുവാൻ വിളിച്ചതുപോലെ എന്നെയും നിങ്ങളെയും സ്വർഗരാജ്യത്തിന്റെ സേവകരായി, സ്വർഗരാജ്യത്തിന് ആത്മാക്കളെ നേടുവാൻ വിളിക്കുവാൻ കഴിയും. പക്ഷേ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നില്ല. മനസ്സിലാക്കണമേ. പകരം നമ്മൾ ലോകത്തോടാണ് പറയുന്നത് എന്നെ ഫില്ല് ചെയ്യാൻ. ലോകത്തോട് പറയുക ഫില്ല് ചെയ്യാൻ. ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ നമ്മൾ പോകും. ലോകത്തിന്റെ മഹിമകളുടെ പിന്നാലെ പോകും. ലോകത്തിന്റെ അധികാരത്തിന്റെ പിന്നാലെ പോകും. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബോട്ടിലേക്ക് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ദൈവമഹത്വമാണോ ലോകത്തിന്റെ മഹത്വമാണോ? ചിന്തിച്ചു നോക്ക് സഹോദര സഹോദരി. നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് നീ കടക്കുമ്പോൾ ആ ഭവനത്തിനകത്തിൽ തിങ്ങി നിറയ്ക്കുന്ന മഹത്വം ഈ ലോകത്തിന്റെ മഹത്വമാണോ സ്വർഗത്തിന്റെ മഹത്വമാണോ? എൻ്റെ ജീവിതത്തിലേക്ക് നോക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്ക്. പക്ഷേ ലോകം തന്ന മഹത്വം ഒരൽപ്പം കഴിയുമ്പോൾ ഫെയ്ഡ് ആവും. All the glory that the world has given you, the world has filled in you, it will fade. Large money, large comfort, large possessions, everything will lose its light one day. ഈ ലോകം തരുന്ന പേര്, ലോകം തന്ന പെരുമ, ലോകം തന്ന സ്ഥാനം, ലോകം തന്ന മഹിമ, ലോകം തന്ന യോഗ്യത, ഇതൊക്കെയും കളറ് പോകുന്ന പഴയ ഫോട്ടോഗ്രാഫുകളായിട്ട് മാറും. വെറും ഓർമ്മയിൽ മാത്രം. പഴയ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒക്കെ ഫോട്ടോ ഹല്ലേലൂയ വോളുകളിൽ ഭിത്തികളിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഈ ലോകത്ത് നിന്ന് നീയും ഞാനും നേടിയതൊക്കെ, നമ്മുടെ മഹത്വമായിരുന്നതൊക്കെ, എനിക്ക് വലുതെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടു നടന്നതൊക്കെ ചില കാലങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും പെട്ടിയുടെ കീഴിലോ ഏതെങ്കിലും സോഫയുടെ കീഴിലോ ഒക്കെ പിള്ളേർ വലിച്ചു കെറിഞ്ഞിട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് വലുതെന്ന് പറഞ്ഞു കൊണ്ടു നടന്നതൊക്കെ. ഓക്കെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും സൂക്ഷിച്ചു വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ കുറച്ച് നാൾ വെച്ചേക്കും. എൻ്റെ ഭാര്യ ഉള്ളിടത്തോളം കാലം, ഞാനാണ് ആദ്യം പോകുന്നതെങ്കിൽ കുറച്ച് നാൾ വെക്കും. കൊച്ചുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദിസ്? അപ്പോൾ ചിലർ പറയും ഇത് കേരള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി. വാട്ട് ഈസ് ദിസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി?
വാട്ട് ഈസ് ദിസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലേ? അത് വല്യപ്പച്ചൻ്റെതാ, അവിടെ വെച്ചേര് മക്കളവിടെ വെച്ചേക്കും. അവരുടെ മക്കൾ വരുമ്പോഴോ ഇതെന്തോ യൂസ്ലെസ് പേപ്പേഴ്സ് അവരെടുത്ത് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയെടുത്ത് ബ്ലാക്ക് ബിന്നിനകത്തിടും. റീസൈക്ലിങ്ങിന് പോലും ചിലപ്പോൾ കൊടുക്കത്തില്ല. പക്ഷേ ഇന്ന് എനിക്കത് എന്തുവാണെന്നറിയാമോ? ഞാൻ ആരാന്നറിയാമോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഡോണ്ട് ബി ഫൂൾഡ്. ഈ ലോകം നിന്റെ പടക് നിറയ്ക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ മുമ്പിൽ നിന്റെ പടക് കൊടുക്കാതെ, എന്റെ കർത്താവേ അങ്ങന്റെ പടക് നിറയ്ക്കണമേ. When God will reward you, that reward will be eternal. ദൈവം നിന്റെ പടക് നിറച്ചാൽ അത് ഇറ്റേണലാ, നിത്യതയാ. ഹല്ലേലൂയ. അത് നിത്യതയിലേക്കുള്ള നിറവായിരിക്കും. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. Only God's rewards are eternal. Disobedience hurts the heart of God. നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ അത് ദൈവത്തിൻ്റെ ഹൃദയം വേദനിപ്പിക്കുക മാത്രമല്ല, we will lose our fellowship. The relationship will be broken. അപ്പനും മകനുമായിട്ടുള്ള ബന്ധം, അമ്മയും മകളും അപ്പനുമായിട്ടുള്ള ബന്ധം അത് ബ്രേക്ക് ചെയ്യും. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും. നമ്മുടെ ഈ ലോകത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂടെ, ലോകത്തിലുള്ള മക്കളെ പോലല്ല സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം അവൻ ദൈവമാണ്, അവിടുന്ന് ദൈവമാണ്. അനുസരിക്കുവാനുള്ള കൃപ അവിടുന്ന് തരുന്നു, അനുസരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ തരുന്നു, ദൈവവചനം നമുക്ക് തരുന്നു. എല്ലാം കർത്താവ് തന്നിട്ട് നമ്മുടെ സ്വഭാവം എന്താണെന്നറിയാമോ? കർത്താവ് ക്ഷമിക്കുമെന്നേ. എത്രയോ തവണ ഞാനിതൊക്കെ കേട്ടിരിക്കുന്നു. കർത്താവ് ക്ഷമിക്കുമെന്ന്. എവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് ക്ഷമിക്കുമെന്ന്? അറിവില്ലായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കാതെ പോകുമെന്ന അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അറിവില്ലായ്മയുടെ കാലങ്ങളെ അറിഞ്ഞു കഴിഞ്ഞോ? സഹോദരി, പിശാച് അതിൻ്റെ ചെവിയിൽ ഇതൊക്കെ പറഞ്ഞ് ഇതൊന്നും സാധനമില്ലെന്ന്, ഇതൊക്കെ അങ്ങോട്ട് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് കഴിച്ചാൽ കർത്താവ് ക്ഷമിക്കുമെന്ന്. കർത്താവ് എങ്ങനെ ക്ഷമിക്കുമെന്നായി പറയുന്നത് സഹോദരങ്ങളെ? കർത്താവ് നിനക്ക് വില തന്നു തൻ്റെ രക്തം. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. ഇനി എന്താ കർത്താവ് നിനക്കും എനിക്കും വേണ്ടി ചെയ്യേണ്ടത്? അനുസരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബലമില്ലാത്തത് കൊണ്ട് അനുസരിപ്പിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ തന്നു. കൂട്ടായി അനേക സഹോദരന്മാരെ തന്നു നമ്മളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ദൈവത്തിന്റെ വചനം വിശദീകരിച്ച് തരുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ദാസന്മാരെ ഈ കാലങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്തെല്ലാം വഴികൾ കർത്താവ് നമുക്ക് തന്നു. പക്ഷേ നമ്മൾ ലാഘവത്തോടെ എടുക്കുകയല്ല. കാരണം നമ്മൾ ലാഘവത്തോടെ എടുക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ലാഘവത്തോടെ എടുക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത്. കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ എനിക്കറിയില്ല അതെങ്ങനെ അവിടുത്തെ എൻട്രി എന്നൊന്നും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തീർച്ചയായിട്ടും ഒരു എൻട്രി അവിടെ ഉണ്ട്, ഒരു വാതിൽ അവിടെ ഉണ്ട്. കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ വാതിലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെല്ലുന്നുണ്ട്, നമ്മൾ ചാടി കയറിയായിരിക്കും ചെല്ലുന്നത്. കാരണം ഈ നാട്ടിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ നമ്മൾ കയറി ചെല്ലുന്നത് മുകളിലോട്ട്. ആദ്യമേ ഈ വാക്യം എടുത്ത് കാണിക്കുന്നത് കർത്താവ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി, അവിടെ വെച്ചാണ് നിങ്ങളും ഞാനും തിരിച്ചറിയുന്നത് നമ്മൾ എത്രമാത്രം ഫൂളിഷായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ ആരെയൊക്കെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെയും അനുസരണയുടെ ബേസിലാണ് ഉപയോഗിച്ചത്. അനുസരണയുടെ ദൈവം പറഞ്ഞത് ഹല്ലേലൂയ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ വിശ്വാസത്തിൽ കണ്ട് അനുസരിച്ചവരെയാണ് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത്. നോഹയെക്കുറിച്ച് നമുക്കറിയാം. നോഹയുടെ ജീവിത കാലഘട്ടം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. സമാനമായിട്ട് ഒന്നും പറയാനില്ല. നോഹയുടെ ജീവിത കാലഘട്ടത്തിൻ്റെ സമാനമായ കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അന്ന് നോക്കിക്കേ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ലോകത്തിൽ ഭൂമിയിൽ മനുഷ്യന്റെ മ്ലേച്ഛതകള് അതിന്റെ പരമോന്നതിയിലെത്തി. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം പശ്ചാത്തപിച്ചു. അവിടെ ഞാൻ ഈ സകല സൃഷ്ടികളെയും നശിപ്പിക്കുവാൻ പോകുന്നു, ഇതിന്റെ അവസാനം വന്നിരിക്കുന്നുവെന്ന് ദൈവം തന്നെ നാവ് കൊണ്ട് പറയുകയാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ട്രയൂൺ ഗോഡ് ത്രിത്വം സംസാരിക്കുകയാണ്. ഞാൻ ഇത് കണ്ട് ഞാൻ അനുതപിക്കുന്നു. എനിക്ക് ഇവരെ സൃഷ്ടിക്കണ്ടായിരുന്നു, ഇതിനെ നശിപ്പിക്കാൻ പോകുകയാ. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഒരുവനെ ദൈവം കണ്ടു, നോഹ. ഹല്ലേലൂയ. 6-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നോഹ ദൈവത്തിൻ്റെ ആ വാക്യം നോക്കിയ നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ഗോഡ്. 8-ാമത്തെ വാക്യം 6-ന്റെ 8 എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ കൃപ അവന് ലഭിച്ചു.
നോഹയെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹി വാസ് എ റൈച്ചസ് മാൻ ആൻഡ് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ദൈവത്തോടു കൂടെ നടന്നവനാ. ഈ മ്ലേച്ഛത നിറഞ്ഞ ലോകത്തിലും ദൈവത്തോടു കൂടി ആർക്കെങ്കിലും നടക്കാൻ കഴിയുമോ? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കാതെ തന്നെ ദൈവഭയത്തിൽ ഒരു മനുഷ്യൻ നടന്നു, അത് നോഹയാ. പഴയ നിയമത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയാം. ഹാനോക്ക് ദൈവഭയത്തിൽ കർത്താവിനോട് കൂടെ നടന്നവനാ ഹാനോക്ക്. അന്നൊന്നും പരിശുദ്ധാത്മാവില്ല. ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള എനിക്കും നിങ്ങൾക്കും അതിന് കഴിയുന്നില്ലേ? ദൈവസന്നിധിയിൽ എന്ത് ഉപാധി നമ്മൾ പറയും? ദൈവസന്നിധിയിൽ എന്ത് ഒഴിവ് കഴിവ് നമ്മൾ പറയും? നമുക്ക് എന്തുകൊണ്ട് അനുസരിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് പറയും? എന്തുകൊണ്ട് അവിടുത്തോടു കൂടെ നടക്കുവാൻ കഴിഞ്ഞില്ലെന്ന് പറയും? Walking with God means moving to the place where God is moving to. Walking with God means walking to the direction in which God is going. ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നടക്കുന്നിടത്തേക്ക് നമ്മൾ നടക്കുക എന്നാണ്. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുക എന്നാണ്. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഏത് ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു അവിടേക്ക് നടക്കുക എന്നാണ്. അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നിട്ട് ദൈവം എൻ്റെ കൂടെ വരിക എന്ന് പറയുന്നതല്ല. രാവിലെ എണീറ്റിട്ട് കർത്താവേ ഞാൻ ജോലിക്ക് പോകുക എൻ്റെ കൂടെ വരണേ എന്നല്ല പറയേണ്ടത്. കർത്താവേ അങ്ങയുടെ കൂടെ വരുവാൻ്റെ കൂടെ ഇന്ന് പകൽക്കാലം എനിക്ക് കഴിയണമെന്ന് പറയണം. നമ്മൾ അങ്ങനല്ല. നമ്മൾ പലതും ഉണ്ടാക്കി വെച്ചിട്ട് അബ്രഹാം ഇസ്മായേലിനെ കൊണ്ടുവന്നിട്ട് യഹോവയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് യഹോവേ എൻ്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചതുപോലെയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. കർത്താവെ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു, ഇതിനെ അനുഗ്രഹിക്കണമേ. അങ്ങനല്ലേ ഇന്ന് ദൈവദാസന്മാരും അതാ. അനുഗ്രഹിക്കാനെന്ന് വിളിച്ചാൽ മാത്രം മതി. 1 അല്ല 9 ദൈവദാസന്മാർ വന്ന് നിൽക്കും അനുഗ്രഹിക്കാൻ. എന്നാൽ അവർ ചോദിക്കത്തില്ല ഇത് ദൈവഹിതപ്രകാരമുള്ളതാണോ എന്ന്, ഇതിന് പിന്നിൽ ദൈവത്തിന്റെ ആലോചനയുണ്ടോ എന്ന്, ഇതിന് പിന്നിൽ ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ടോ എന്ന്. Nobody wants to check that. They are ready to bless. പഴയ നിയമത്തിലെ കള്ള പുരോഹിതന്മാരും കള്ള പ്രവാചകന്മാരും ചെയ്യുന്നത് പോലെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തോടു കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നടക്കുന്നിടത്തേക്ക് നീ നടക്കുന്നു എന്നതിന്റെ അർത്ഥം. ദൈവം കൊണ്ടുപോകുന്നിടത്തേക്ക് നീ പോകുന്നു എന്നതിന്റെ അർത്ഥം. ദൈവം അപ്രൂവ് ചെയ്തതിനെ നീ നിന്റേതാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സൗകര്യത്തിന്, എൻ്റെ ചിന്തകളിൽ വരുന്നത് ഞാൻ ചെയ്തിട്ട് ദൈവം ഇതിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അബ്രഹാം ഇസ്മായേലിനെ അനുഗ്രഹിക്കണമെന്ന് യഹോവയോട് പറഞ്ഞതിന് തുല്യമാണ്. ഇസ്മായേൽ അല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. വാഗ്ദത്ത സന്തതി ഇസഹാക്ക. ഇസ്മായേൽ ഉണ്ടായത് എന്താണെന്ന് ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അത് സാറയുടെയും അബ്രഹാമിൻ്റെയും കൂട്ടുപണിയാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും ഒന്നുമില്ല കേട്ടോ. അത് അവരുണ്ടാക്കിയ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിനെ അനുഗ്രഹിക്കാനല്ല ദൈവം നടത്തുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം നോഹ ഇത് അനുസരിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ വലിയ ജലപ്രളയം കണ്ടു. ജലപ്രളയം 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. 150 ദിവസം 150 days completely the whole earth was under water. Everything was killed. Every single thing was killed. എല്ലാം പോയി, എല്ലാം ശൂന്യമായി തീർന്നു. ഈ ലോകത്തിൻ്റെത് മുഴുവനും പോയി. ശ്രദ്ധിക്കണമേ, എൻ്റേതെന്ന് പറയുവാൻ ഈ ലോകത്തിന് ഒന്നുമില്ല. അവസാനം 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളമിറങ്ങാനായിട്ട് തുടങ്ങി. നോഹയുടെ പെട്ടകം പർവ്വതത്തിലടിഞ്ഞു. നോഹ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം അവന് കൊടുത്തത് എന്താണെന്നറിയാമോ? ഈ ലോകം മുഴുവനും അവന് ദൈവം കൊടുത്തു. ഈ പെട്ടകം ഉണ്ടാക്കാൻ നോഹ ചെലവഴിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞു, അനുസരണയ്ക്കൊരു വില കൊടുക്കേണ്ടി വരും. ഒരിക്കലും മഴ പെയ്തിട്ടില്ല അന്ന് വരെ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പം അറിയാം, അന്ന് മഴയല്ല, താഴെ നിന്ന് മഞ്ഞ് പൊങ്ങിയിട്ട് സസ്യങ്ങളെയൊക്കെ നനയ്ക്കുകയായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു മഴ വന്നിട്ടില്ല. നോഹയുടെ കാലത്ത് മഴ വന്നിട്ടില്ല. ചരിത്രം ദൈവവചനം പരിശോധിച്ച് കഴിയുമ്പോൾ, പല ഭാഗങ്ങൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 120ഓളം വർഷങ്ങൾ നോഹ പ്രസംഗിച്ചു മഴ വരാൻ പോകുന്നു, മാനസാന്തരപ്പെടണമെന്ന്. ഹല്ലേലൂയ. പക്ഷെ എല്ലാവരും വിചാരിച്ച് മഴ വരുന്നെന്ന് പറഞ്ഞാൽ എന്തുവാ? മഴയെന്ന് പറഞ്ഞാൽ, നോഹയോട് ചോദിച്ചു കാണും, മഴയെന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ ദിസ്? റെയിനിങ് മീൻസ്. അപ്പം നോഹ പറഞ്ഞു കൊടുത്തു, മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് ദൈവം ഭൂമിയിലേക്ക് വെള്ളം നയിക്കും. ആൾക്കാർ പറഞ്ഞ്, മണ്ടത്തരം പറയാതെ, തനിക്ക് പ്രായം ഇത്രയും കൂടിയതുകൊണ്ട് ആവശ്യമില്ലാതെ പിച്ചും പേയും ഒക്കെ പറയുക, ഇത്രയും പ്രായമായിട്ട് മേളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. എങ്ങനെ? ഇറ്റ് നെവർ ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി. It was never rained before. And you say you are preaching every single day.
2-3 പേര് പ്രസംഗം കേട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് ആൾക്കാർ ചോദിച്ചാൽ അവിടെ എന്തോ ഒരു ബഹളം കാണുന്നത്. അത് ആ പ്രായമുള്ള വയസ്സിനാണ്. നോഹയുണ്ടല്ലോ, പുള്ളിക്കാരൻ എന്തോ കുഴപ്പം പറ്റിയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു വലിയ പെട്ടകം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുള്ളി ഉള്ളതെല്ലാം വീട്ടിലെല്ലാം വിറ്റു, നിലത്ത് പറമ്പിൽ നിന്നിരുന്ന തടികളെല്ലാം മുറിച്ചു. അത് മാത്രമല്ല, ആശാരിമാരെയെല്ലാം കൂലിക്ക് പിടിച്ച് വലിയൊരു പെട്ടകം ഉണ്ടാക്കുക. ദൈവം എന്തോ സംസാരിച്ചു. അത് മാത്രമല്ല, പണി കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് വന്ന് കവലെ വന്നുകൊണ്ട് പ്രസംഗിക്കുക, മഴ വരുന്നുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ദൈവത്തിൻ്റെ കോപം വരുന്നുണ്ട്, അതുകൊണ്ട് മാനസാന്തരപ്പെടണം, ഈ പെട്ടകത്തിൽ കയറണമെന്ന്. ഇന്നലെ ഞാൻ കുറച്ചു നേരം ഇരുന്ന് കേട്ടു, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി നോഹയുടെ വീട്ടിൽ. കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്ക് പോയിട്ടും വെള്ളം വരാതിരുന്നു, മഴ പെയ്യാതിരുന്നുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥനയും നിർത്തി. അവസാനം നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും മരുമക്കളും മാത്രം, അവരായി കൂട്ടായ്മ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നോഹ പ്രസംഗിച്ചത് സംഭവിച്ചോ ദൈവമക്കളെ? സംഭവിച്ചു. ആകാശം തുറന്ന് വെള്ളം വന്നു. ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, ആദ്യത്തെ തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് വീണപ്പം ഭൂമി ഞെട്ടി. ഒരുത്തൻ മേളിലോട്ട് നോക്കി, ഇതെന്തുവാ ഈ വെള്ളം? പട്ടപട്ടാന്ന് വെള്ളം വീഴാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ ഓർത്ത്, വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ ഈ പ്രായമുള്ള ഈ വയസ്സൻ പ്രസംഗിച്ചത് കേട്ടതാണ്. അവൻ്റെ കൂടെ കൂട്ടായ്മയ്ക്ക് ഞാൻ പോയി തുടങ്ങിയതാണ്, പ്രാർത്ഥിക്കാൻ പോയി തുടങ്ങിയതാണ്. ഞാൻ അവനെ പുച്ഛിച്ച് പോയവരെ കൂടെ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി. ഇപ്പൊ മഴ പെയ്യും, അവൻ ഓടുക, നോഹേ 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 എന്ന് പറഞ്ഞു ഓടി. പെട്ടകത്തിന്റെ അടുത്തെത്തിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. നോഹയാണ് പെട്ടകത്തിന്റെ വാതിലടച്ചെങ്കിൽ നോഹയ്ക്ക് കരുണ തോന്നി തുറന്നു കൊടുത്തേനെമായിരുന്നു. കാരണം അടുത്തുള്ള അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. പെട്ടകം പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിന് കീല് തേച്ച് കൊടുത്തവർ കാണും, അതിന്റെ ആശാരിമാരൊക്കെ ഉണ്ട്, അതിന് പശ തേച്ച് കൊടുത്തവരൊക്കെ ഉണ്ട്, ഫുഡ് കൊടുത്തവരൊക്കെ കാണും. ഇവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ നിലവിളി കാണുമ്പോൾ നോഹയ്ക്ക് കരുണ തോന്നി തുറന്നേക്കാം. പക്ഷെ നോഹയല്ല പെട്ടകത്തെ അടച്ചത്, യഹോവയാണ് പെട്ടകത്തെ അടച്ചത്. മറക്കരുത് സഹോദര സഹോദരി, ഇന്ന് ദൈവജനം കേൾക്കേണ്ടത് ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ വരവാകുന്നു. അവൻ തന്റെ സഭയെ ചേർക്കുവാൻ, മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരുന്നു. ഇത് കേട്ടുകൊണ്ട് ചില ഭോഷന്മാര് ദൈവസഭയ്ക്കകത്തിരുന്നുകൊണ്ട് പറയുന്നു, എത്ര കാലം കൊണ്ട് ഇത് കേൾക്കാൻ തുടങ്ങിയതായത്? ജനിച്ച നാളെ മുതൽ ഞാനിത് കേൾക്കുക, ഉപദേശിമാര് പ്രസംഗിക്കുന്നത്. ഇതുവരെ ഈ കർത്താവിന് സമയമൊന്നും വന്നില്ലേ? നീ കാഹളം ധ്വനി കേൾക്കാൻ പോകുകയാണ്. കാഹളം ധ്വനി കേൾക്കാൻ പോകുകയാ. അനുസരണയോടെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നോഹയെ അന്വേഷിച്ച് ലോകം മുഴുവൻ ഓടിച്ചതുപോലെ കർത്താവിനെ, ഹല്ലേലൂയ, ഈ സഭയെ അന്വേഷിച്ച് നീ ഓടും. പക്ഷെ കർത്താവ് പെട്ടകത്തെ അടയ്ക്കും. പ്രൈസ് ഗോഡ്. ജനസിസ് 9, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ആ അനുഗ്രഹത്തെ നമുക്ക് കാണുന്നത്. നോഹ ഈ ചെലവിട്ടത്, ഈ അനുഭവിച്ച ഈ നിന്ദയ്ക്കും പരിഹാസത്തിനും ദൈവം കൊടുത്തതെന്താണെന്നറിയാമോ? നോഹേ, ഈ ലോകം മുഴുവനും നിനക്ക് സ്വന്തമായിട്ട് കിടക്കുകയത്. അത് മാത്രമല്ല, 9-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നിങ്ങളൊന്ന് നോക്കണം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ആദമിന് കൊടുത്ത വാഗ്ദത്തമാണ് കൊടുത്തത്. എന്താണെന്നറിയാമോ? ഈ ഭൂമി മുഴുവനും നിങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി സകല ജന്തുക്കളുടെ മേലും എല്ലാത്തിൻ്റെ മേലും ആധിപത്യം നടത്തണം. ഇത് തന്നെയാ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആദമിന് ദൈവം കൊടുത്തത്. പ്രയോജനമുണ്ടോ ദൈവത്തെ സേവിക്കുന്നതിന്? ഹല്ലേലൂയ. ഭൗതിക സ്വത്ത് മാത്രമല്ല, കർത്താവിനോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം. അബ്രഹാമിനെ എടുത്ത് നോക്കിയേ. അടുത്ത 5 മിനിറ്റുള്ള ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ എടുത്ത് നോക്കിയേ. ജനസിസ് 12, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കി 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, കൽദയ പട്ടണമായി ഊരിൽ നിന്ന് നിന്റെ പിതൃഭവനത്തെ വിട്ട് നിനക്കുള്ള സകലത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണമെന്ന് പറഞ്ഞു. അബ്രഹാം എന്താ പറഞ്ഞത്? ഭാര്യയോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞോ? അപ്പനോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞോ? കൂട്ടുകാരോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. ദൈവത്തിന്റെ കൽപ്പന കേട്ടിട്ട് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്കെന്ന്. ദേശം എവിടാണെന്ന് പോലും പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നീ വിശ്വാസത്തിൽ യാത്ര ചെയ്യണമെന്ന ഓരോ ദിവസവും. എന്ന് നീ അവിടെ എത്തുന്നു, അന്ന് മാത്രമേ നിനക്കറിയൂ ഈ ദേശത്തിലാണ് എന്നെ ദൈവം എത്തിച്ചേക്കുന്നതെന്ന്. അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ തേരക വന്നിട്ട് ഹാരാനിൽ വന്ന് പാർക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. പുള്ളിക്കാരൻ വിചാരിച്ച് ഇതായിരിക്കും കർത്താവ് പറഞ്ഞ ദേശമെന്ന്. മോനോട് പറഞ്ഞു, ഓ ഇനി നിന്നെ ഞാൻ വിടുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് അടിയാമെന്ന്. അവർ തങ്ങി അവിടെ. പക്ഷെ എന്തോ പറ്റുമെന്നറിയാമോ? മകൻ്റെ യാത്രയ്ക്ക് അപ്പൻ തടസ്സമായി നിന്നുകൊണ്ട് അപ്പനെ തട്ടി ദൈവം. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ദൈവമക്കളെ തടസ്സപ്പെടുത്താൻ നിങ്ങളാരും പോകരുത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിൽ ഇറങ്ങുന്നെങ്കിൽ അവനെ തടയരുത്, അവളെ നീ തടയരുത്. കാരണം ദൈവത്തെയാണ് നീ തടയുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലെ അവസാന ഭാഗം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, തേരഹിനെ
തേരക്ക് മരിച്ചുപോയി. ഏതാണ്ട് 200-250 വർഷം അങ്ങണ്ടായ 1000-600 വർഷം ജീവിക്കേണ്ടിയ മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത 12-ാമത്തെ അധ്യായത്തിൽ താഴേക്ക് എഴുതുന്നുണ്ട് അബ്രഹാം യാത്ര തുടർന്നെന്ന്. അപ്പോൾ അബ്രഹാമിന് യാത്ര തുടരാതിരുന്നതിൻ്റെ തടസ്സമാരായിരുന്നു? അപ്പനായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ പോയിന്റ് അതല്ല. ഞാനിതാ പറഞ്ഞത്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണമെന്ന് പറയുമ്പോൾ ആ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്രയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, ആ വഴിയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, എതിരുകളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, അസൗകര്യങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച് ഇതൊന്നും ചിന്തിക്കാതെ യഹോവയോട് യേശു പറഞ്ഞവനാണ് അബ്രഹാം. അതാണ് അനുസരണയ്ക്ക് അവൻ കൊടുത്ത വില. ഞാൻ ഒത്തിരി അവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങൾ നടന്ന് കൂടാരത്തിൽ, ഒന്നാന്തരം കൽദയ പട്ടണത്തിൽ ഒന്നാന്തരം വീട് പണിത് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിച്ച മനുഷ്യൻ ഇന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമോ? കൂടാരം പാർക്കുക. കിടക്കുന്ന എവിടെയാണെന്നറിയാമോ? തുണി കൊണ്ടടിച്ച കൂടാരത്തിനകത്ത്, ടെൻറ്റിനകത്ത് കെട്ടിക്കൊണ്ട് നടക്കുക. ഈ മനുഷ്യൻ ആരായിരുന്നു? ധനവാനായി കൽദയ പട്ടണത്തിൽ ജീവിച്ച മനുഷ്യനാണ്. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കൂടാരം അടിച്ച് കൂടാരം മാറ്റി 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 കൂടാരവാസിയായിട്ട് നടക്കുകയാണ്. ഇത് തന്നെയല്ലേ പൗലോസ് ചെയ്തത്? ധനവാനായിരുന്ന, വിദ്യാസമ്പന്നനായിരുന്ന, പേരും പെരുമയും ഉണ്ടായിരുന്നവൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടിറങ്ങിയപ്പോൾ ആരായി തീർന്നു? പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം. ഞാൻ അവിടേക്ക് പോകുന്നില്ല. പടകുണ്ടായിരുന്ന പത്രോസോ, പടകുണ്ടായിരുന്ന യാക്കോബ് യോഹന്നാൻ കർത്താവിൻ്റെ പിന്നാലെ വന്നപ്പോൾ ആരായി തീർന്നു? അല്ലേ? തീമോത്തിയോട് കർത്താവ് പറയുന്നുണ്ട്, തീത്തോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ വരുമ്പോൾ ആ ലിഖിതങ്ങളൊക്കെ കൊടുത്തു വിടണമെന്ന്, എനിക്ക് പുതയ്ക്കാനുള്ള പുതപ്പ് കൊണ്ടുവരണമെന്ന്. എന്ന് പറഞ്ഞാൽ ഏത് നിലയിൽ കഴിഞ്ഞവനാണ്? ഇപ്പോൾ ആകപ്പാടെ ഒരു പുതപ്പ് കൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ പല സഹോദരന്മാരെന്നോ ദൈവദാസന്മാരെന്നൊക്കെ പറയുന്നവരെങ്ങനെയാണ്? ആദ്യം പുതപ്പേ ഉള്ളായിരുന്നു, ഇപ്പോഴും ഇറ്റ് ഈസ് ഓൺ ദ റിവേഴ്സ് സൈഡ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അനുസരണയ്ക്കൊരു വില കൊടുക്കേണ്ടി വരും. അനുസരണയ്ക്കൊരു വില കൊടുക്കേണ്ടി വരും. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. മോശയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് പറയുന്നുണ്ട്, ദൈവം അവനെ വിളിക്കുന്നുണ്ട്. പക്ഷേ മോശ അതിനൊരു വില കൊടുക്കേണ്ടി വന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മോശ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയേ, ആരെ പേടിച്ചാണോ മോശ ഓടിപ്പോയത്, ആ പേടിച്ചവൻ്റെ അടുക്കലേക്ക്, ഫറവോൻ്റെ അടുക്കലേക്കാണ് മോശയെ വിടുന്നത് തിരിച്ച്. മോശയ്ക്ക് ധൈര്യം എവിടുന്ന് കിട്ടി? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിതൊക്കെ ചിന്തിക്കാറുണ്ട്. എങ്ങനെ ഈ രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റും? ഈ രാജാവിനെ പേടിച്ച് ഓടിയതല്ലേ? ഈ ഫറവോന്റെ അടുത്ത് അന്ന് മുതലേ പിടികിട്ടാ പുള്ളിയായിട്ട്, പണ്ടത്തെ സുമാരക്കുറുപ്പിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ട് പിടികിട്ടാ പിള്ളയായിട്ട് ഈജിപ്തിൽ മൊത്തം ഡിക്ലെയർ ചെയ്തിരിക്കുക, ഇങ്ങനെ ഒരുത്തരുണ്ട്, ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ജീവനോടെയോ കൊന്നോ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കാം അന്നത്തെ ഓർഡർ. വചനത്തിലൊന്നും എഴുതിയിട്ടില്ലേ? ചിലർ ഇത്രയും ഭാഗം ക്ലിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കും, ഇങ്ങനെ പ്രസംഗിച്ചെന്ന്. അങ്ങനല്ല, വചനത്തിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങ് ഭാവനയെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭയാനകമായ സിറ്റുവേഷനിൽ യഹോവയുടെ നാമം പറഞ്ഞുകൊണ്ട് മോശയ്ക്ക് മടങ്ങി. അതും ഇപ്പം പണ്ട് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു, ഇപ്പം വിക്കനുമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ, എന്നെക്കൊണ്ട് കഴിവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം പറയുന്നതിന്, യേശു പറയുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. കർത്താവേ, അങ്ങ് പറയുന്നതിനൊന്നും എനിക്ക് കഴിവില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. അനുസരണ, ഒബീഡിയൻസ് ഈസ് ദ വേ ടു ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ് അനുസരണ. എസ്തേറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ അറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അവിടെ അനുസരണയാണ്. മൊർദെഖായിലൂടെ എസ്തേറിനോട് സംസാരിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ, എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ 5-6 അധ്യായങ്ങളിൽ വലിയ പ്രവൃത്തികളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവമെന്നൊരു വാക്ക് അതിനകത്തില്ല, പക്ഷേ അതിൻ്റെ ഓരോ അധ്യായവും വായിക്കുമ്പോൾ ദൈവവും അതിനകത്ത് കാണുന്നത് നമുക്ക് മനോഹരമാണ്. എസ്തേറിനോട് മൊർദെഖായിലൂടെ ദൈവം പറയുക എന്താണെന്നറിയാമോ? നീ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും യഹൂദന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും, പക്ഷെ നീയും നിൻ്റെ കുടുംബവും നശിക്കും. നിങ്ങൾക്കറിയാമോ, അഹശ്വേരോസ് രാജാവിൻ്റെ അടുക്കലേക്ക് എസ്തേർ കടന്നുപോയത് ഭയന്ന. കാരണം തനിക്ക് കിട്ടാത്ത ദിവസം, തനിക്ക് അനുവദിക്കാത്ത ദിവസത്തിലാണ് രാജാവിൻ്റെ മുമ്പിലേക്ക് ജീവനെ ഭയന്ന കടന്നു ചേരുന്നത്. അല്ലേ? 3 ദിവസം ഉപവസിക്കണമെന്ന് ദൈവജനത്തോടെ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എസ്തേർ കടന്നുപോയത്. ദൈവത്തെ അനുസരിക്കുന്നതിന് നീ ഒരു വില കൊടുക്കേണ്ടി വരും, ഞാനൊരു വില കൊടുക്കേണ്ടി വരും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിർത്തുകയാണ് സഹോദരങ്ങളെ. കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്, ഹീബ്രൂസ് 5:8. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ചു. അനുസരണം പഠിക്കുന്നത് കഷ്ടങ്ങളുടെ മധ്യത്തിലാണ്. ഹി ലേൺഡ് ഒബീഡിയൻസ് ബൈ ദ തിങ്സ് ഹി സഫേർഡ്.
താൻ അനുഭവിച്ച കഷ്ടങ്ങളാലാണ് അനുസരണം പഠിച്ചത്. നമ്മൾ ഓരോ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അനുസരണം പഠിക്കുക. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ ചുരുക്കം കാരണം ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. ശിഷ്യന്മാരെ എല്ലാവരെയും നോക്കിക്കേ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഭക്തന്മാരെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള രാജ്യങ്ങളിലുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യങ്ങളുമായിക്കൊള്ളട്ടെ, ഏത് മിഷണറി, ഏത് സാഹചര്യങ്ങളോ, ഏത് സന്ദർഭങ്ങളിലോ, ഏത് ദേശങ്ങളിലുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ മിഷണറിമാരായി കർത്താവിൻ്റെ വേലയ്ക്ക് വേറെ ഇറങ്ങിയ സഹോദരന്മാരോ സഹോദരിമാരോ ആയിക്കൊള്ളട്ടെ, അവരെല്ലാവരും ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ഒരു വില കൊടുത്തു. ശാന്തമായി ഇന്നത്തെ രാത്രി നമുക്ക് ചിന്തിക്കാം. കർത്താവെ, ഞാൻ അങ്ങയെ അനുസരിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വിലയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്? എന്ത് അസൗകര്യമാണ് ഞാൻ സഹിക്കുന്നത്? എന്ത് നിന്ദയാണ് ഞാൻ സഹിക്കുന്നത്? എന്ത് കഷ്ടമാണ് ഞാൻ സഹിക്കുന്നത്? എന്ത് പരിഹാസമാണ് ഞാൻ കേൾക്കുന്നത്? ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ വില കൊടുക്കുന്നില്ല കർത്താവേ. ഞാൻ അങ്ങയെ അനുസരിക്കുന്നില്ല. വായി കൊണ്ടുള്ള അഭ്യാസം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഇന്നത്തെ രാത്രി ദൈവസന്നിധിയിൽ ഏറ്റുപറയാം ദൈവമക്കളെ. ഹല്ലേലൂയ. നാം അനുസരിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും നിറയ്ക്കുവാനും അനുഗ്രഹിക്കുവാനും അവന് കഴിയും. അവൻ നമ്മളെ നിന്ന പരിഹാസമായി, ഹല്ലേലൂയ, ദേശത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ വിട്ടുകളയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് കേൾപ്പിച്ച വചനത്തിന് കർത്താവിനെ നന്ദി പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കാം.